എല്ലാ കൂട്ടുകാർക്കും പള്ളിക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്രിസ്മസിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഇന്നൊരു പുതിയ ഐറ്റം വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കുന്നത് ഒരു ഹൈദരാബാദി റെഡ് ചില്ലി ചിക്കൻ കറിയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തായ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഫിന്നി സാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഈ കറി തയ്യാറാക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോവാം. വീഡിയോ കണ്ടാൽ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹൈദരാബാദി റെഡ് ചില്ലി സ്പെഷ്യലാണ്. ഇന്ന് മകാറിന്ന് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ്. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉള്ളി, സവോള ഒരു 3 എണ്ണം, തക്കാളി ഒരു 2 എണ്ണം, തക്കാളിയും ഉള്ളിയും വഴറ്റുക. വഴറ്റിയതിനു ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മിക്സിയിലിട്ട് അരച്ച് ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇറക്കി ഒരു പകുതി വേവാകുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ട് അരയ്ക്കുന്നു. അതിനുശേഷം ഇതിനകത്ത് മസാലകളാണ്. മസാലയ്ക്ക് ചേരുവകൾ ചേർത്തിരിക്കുന്നത് നമ്മൾ കാജു ബദാം അരച്ച് പേസ്റ്റ് ആക്കിയത്, പിന്നെ തക്കാളിയും നമ്മൾ വഴച്ച് വെച്ചത് എടുത്ത് പേസ്റ്റ് ആക്കിയിട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് തൈരും കൂടെ ഇട്ട് മസാലയിൽ കുരുമുളക് പൊടി, ജീരകപ്പൊടി, സോമ്പ് പൊടി, കുരുമുളക്, ചിക്കൻ മസാല ഇതിട്ട് ചേർത്ത് ഇളക്കിയിട്ട്, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് തടുക്കി അടിക്കത്തില്ല, നേരെ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ നമ്മൾ ഇടുന്നു. ചിക്കൻ ഇട്ട് നമ്മൾ ശരിക്കും 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ഓയിൽ ഒഴിക്കുന്നു. പിന്നെ നല്ല നാടൻ പശുവിന്റെ നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നല്ല ഒന്ന് ശരിക്കും വൃത്തിയായിട്ടൊന്ന് ഇളക്കി, നല്ല ശരിക്കും ഉപ്പും മുളകും എല്ലാം ഒന്ന് ശരിക്കും കഷ്ണത്തെ പിടിക്കുന്നതനുസരിച്ചൊന്ന് വൃത്തിയായിട്ട് നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കുന്നതായിരിക്കും. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ 10 മിനിറ്റിന് ശേഷം നമ്മൾ തീയിലോട്ട് വെക്കാൻ പോകുന്നു. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പിന്നെ അപ്പം നമ്മളുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ധനിയപ്പത്ത ചേർത്ത് നമുക്കത് വൃത്തിയായിട്ടൊന്ന് എടുക്കാവുന്നതാണ്. അപ്പം ധനിയപ്പത്ത ചേർക്കുന്നു. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മളത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് പകർന്നായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ നെയ്ച്ചോറോട് കൂട്ടി പ്രീതമ്മ ടേസ്റ്റ് നോക്കുന്നതായിരിക്കും കറിയുടെ. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് തോന്നുന്നുണ്ട്. നോക്കട്ടെ, എൻ്റെ പ്രിയതമൻ ഉണ്ടാക്കിയ സൂപ്പർ, അടിപൊളി.